സന്ദീപ് ഇന്ന് മികച്ച ബൗളിംഗാണ് കാഴ്ചവെച്ചത്. 4 ഓവർ എറിഞ്ഞ് 18 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 5 വിക്കറ്റാണ് സന്ദീപ് നേടിയിട്ടുണ്ടായിരുന്നത്. മുംബൈ ടീമിന്റെ നടുവൊടിച്ചത് സന്ദീപ് തന്നെയായിരുന്നു. മറ്റു ബൗളേഴ്സിനെ ടീമിൽ നിന്ന് ഒഴിവാക്കി സന്ദീപിന് വേണ്ടി സഞ്ജു അവസരം കൊടുത്തു. സന്ദീപിന്റെ പ്രകടനത്തിൽ സഞ്ജുവിന് വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് സന്ദീപിനെ സഞ്ജു ഇറക്കിയത്. ഇന്ന് മാൻ ഓഫ് ദി മാച്ച് കിട്ടിയത് സന്ദീപിനായിരുന്നു. ശേഷം താരം ചെയ്തൊരു കാര്യമാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിരിക്കുന്നത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. മുംബൈ ടീം ഇന്ന് പകരം വീട്ടാനാണ് ഇറങ്ങിയത്. എന്നാൽ രണ്ടാമത്തെ മാച്ചിലും മുംബൈ ടീം രാജസ്ഥാനുമായിട്ട് തോറ്റിരിക്കുകയാണ്. ഇതുപോലെ മുംബൈ നാണം കെടണമെങ്കിൽ അതിന് ഒരു കാരണമേ ഉള്ളൂ. അത് സന്ദീപാണ്. 5 വിക്കറ്റാണ് സന്ദീപ് ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. മുംബൈ ടീം 200 റൺസിൽ എത്തുമെന്ന് തോന്നിച്ചിരുന്നു. എന്നാൽ സന്ദീപ് വന്നതും മുംബൈ ടീമിന്റെ കഥ കഴിച്ചു. ഇന്ന് മാൻ ഓഫ് ദി മാച്ച് കിട്ടിയത് സന്ദീപിനായിരുന്നു. ശേഷം സന്ദീപ് ആ ഒരു അവാർഡ് സഞ്ജുവിന് കൊടുത്തു. സന്ദീപ് പറഞ്ഞത് ഈ ഒരു അവാർഡ് കിട്ടാൻ കാരണം അത് സഞ്ജു ആണെന്നാണ്. അതുകൊണ്ടാണ് സഞ്ജുവിന് സന്ദീപ് അവാർഡ് കൊടുത്തത്. ഈ ഒരു അവാർഡിന് യോഗ്യൻ സഞ്ജു ആണെന്ന് സന്ദീപ് പറഞ്ഞു. മികച്ച ബൗളേഴ്സ് അവിടെ ഉണ്ടായിട്ടും സന്ദീപിനാണ് സഞ്ജു അവസരം കൊടുത്തത്. അതിന്റെ നന്ദി സന്ദീപ് ശർമ്മ ഇന്ന് ചെയ്തു. തനിക്ക് കിട്ടിയ അവാർഡ് സഞ്ജുവിന് നീട്ടുകയായിരുന്നു സന്ദീപ് ശർമ്മ. ഒരു ക്യാപ്റ്റൻ എങ്ങനെയാകണമെന്നത് സഞ്ജുവിന് തന്നെ കണ്ടുപിടിക്കണം. അതുപോലത്തെ മികച്ച ക്യാപ്റ്റൻസിയാണ് സഞ്ജു കാഴ്ചവെക്കുന്നത്. രാജസ്ഥാൻ ടീം തോൽക്കാതെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതുപോലത്തെ ഒരു ടീമിനെ ഏത് ടീമും ഭയപ്പെടേണ്ടിയിരിക്കുന്നു. ഈ IPL ഏറ്റവും മികച്ചൊരു ടീം രാജസ്ഥാനാണ്. രാജസ്ഥാൻ ഉറപ്പായിട്ടും കപ്പ് നേടാനുള്ള സാധ്യതയുണ്ട്. ജയ്സ്വാൾ ഇന്ന് സെഞ്ചുറി പ്രകടനമാണ് കാഴ്ചവെച്ചത്. രാജസ്ഥാൻ ടീമിൽ എല്ലാ താരങ്ങളും ഫോമിലാണ്. സന്ദീപ് ശർമ്മ വരുന്ന മത്സരങ്ങളിൽ രാജസ്ഥാന്റെ വിജയശില്പി ആകുമെന്നത് ഉറപ്പാണ്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.